നമസ്കാരം. കലാഭൂമിയുടെ സ്പോർട്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ തവണയും നമ്മളോടൊപ്പമുള്ളത് ഈ പരിപാടിയെ നയിക്കുന്ന ശ്രീ NS വിജയകുമാർ സാറാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സ്പോർട്സ് ലേഖകനാണ്. ഇന്ന് അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കുന്നത് വൈഭവ് സൂര്യവംശിയെക്കുറിച്ചാണ്. വൈഭവ് സൂര്യവംശി ബീഹാർ എന്ന് പറയുന്ന ഒരു പിന്നോക്ക സംസ്ഥാനം എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നൊക്കെ കളിച്ചു വരുന്ന ആൾക്കാരെക്കുറിച്ചൊക്കെയാണ് നമ്മൾ അധികം കേൾക്കുന്നത്. അവിടെ നിന്ന് വന്ന ഒരു കുട്ടി, അതും സച്ചിൻ്റെ ചരിത്രത്തെ നമ്മൾ അടയാളപ്പെടുത്തുന്ന ഏകദേശം 16 വയസ്സ് മുതലുണ്ട്. 12 വയസ്സിൽ സ്റ്റേറ്റ് ടീമിൽ വന്നു എന്ന് പറയുന്നു. താങ്കൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നതാണ്. അദ്ദേഹത്തിനെക്കുറിച്ചൊരു ലേഖനം എഴുതിയതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അത് നമുക്ക് പറഞ്ഞ് ആരംഭിക്കാം. വൈഭവ് സൂര്യവംശി വളരെ തൻ്റെ കളി ഗൗരവമായിട്ടെടുത്താൽ ഒരുപക്ഷെ ഭാവിയിൽ സച്ചിനെ പോലെ അല്ലെങ്കിൽ കോഹ്ലിയെ പോലെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു സൂപ്പർ സ്റ്റാറായി മാറും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ബീഹാറിലെ സമസ്തിപൂർ ജില്ലയിൽ നിന്നാണ് വൈഭവ് സൂര്യവംശി വരുന്നത്. ഒരു ക്ലബ്ബ് കളിക്കാരനായിരുന്ന സഞ്ജീവ് സൂര്യവംശി, കൃഷിക്കാരൻ, അദ്ദേഹത്തിൻ്റെ മകനിലെ വളരെ കുട്ടിപ്രായത്തിൽ തന്നെ ക്രിക്കറ്റിനുള്ള താല്പര്യം കണ്ട് ആദ്യമൊക്കെ ഈ മകനെയും കൊണ്ട് പാറ്റ്നയിലുള്ള ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് ദിവസവും വണ്ടിയിൽ കയറി പോകുമായിരുന്നു. ഈ പയ്യൻ വളരെ മിടുക്കനായിട്ട് വരുന്ന കണ്ട് അവിടുത്തെ കോച്ചും അവർക്കും വലിയ താല്പര്യമായി. അങ്ങനെ കോച്ച് റോബിൻ സിംഗിൻ്റെ കീഴിൽ പരിശീലനത്തിനായി തൻ്റെ കൃഷിയിടം വിറ്റ് ആണ് ഈ പാറ്റ്നയിലേക്ക് ഈ വൈഭവിനെ കൊണ്ട് അച്ഛൻ പോകുന്നത്. പക്ഷേ ആ പോക്കിൽ അയൽക്കാരെല്ലാം അല്ലെങ്കിൽ കൂട്ടുകാരെല്ലാം സൂര്യവംശിയെ കളിയാക്കി. കാരണം തൻ്റെ മകൻ ക്രിക്കറ്റിൽ വലിയ എന്താവാൻ വേണ്ടിയാണ് താൻ ഈ കടപ്പാടം വിറ്റ് പോയത് എന്നൊക്കെ ഉള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ. ബീഹാർ പോലുള്ള സംസ്ഥാനത്തു നിന്നാണ് വരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ പറയുമ്പോൾ ഒരുമാതിരി ക്രിക്കറ്റ് താരങ്ങളൊക്കെ തന്നെ സമ്പന്ന പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആൾക്കാരല്ലേ? ധോണിയല്ല. ഓക്കെ. ഇപ്പം അടുത്ത കാലത്ത് വളരെയധികം പേരുണ്ട്, മാറ്റം വന്നിട്ടുണ്ട്. ഏതായാലും കോച്ച് റോബിൻ സിംഗിൻ്റെ കീഴിലാണ് വൈഭവ് കളി പഠിക്കാൻ തുടങ്ങിയത്. പക്ഷെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, ഏതാണ്ട് 12 വയസ്സിനൊക്കെ മുമ്പ് തന്നെ ഈ കുട്ടി കാലത്ത് മുതൽ മണിക്കൂറുകളല്ല, ഒരു ദിവസം 450 ബോളൊക്കെ ഫേസ് ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്ര മറ്റേ അർപ്പണബോധം ആ കുട്ടിയിലുണ്ടായിരുന്നു. ഇതെല്ലാം മാത്രമല്ല, റോബിൻ സിംഗ് വേറൊരു കാര്യം കൊണ്ട് സൂചിപ്പിച്ചു. ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഷോട്ട് ഒരിക്കൽ കാണിച്ചു കൊടുത്താൽ മതി, അത് അവൻ്റെ മനസ്സിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോട്ടിംഗ് പേപ്പർ മതി. മാത്രമല്ല അത് പിന്നെ ടെക്നിക്കുകൾ എപ്പോൾ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അത് വളരെ പെട്ടെന്ന് പുള്ളി അതിലേക്ക് അസിമുലേറ്റഡ് ആവും. അതങ്ങനെ. പിന്നെ 150 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന പന്തുകൾ പോലും ഈ 12-13 വയസ്സുകാരൻ അടിക്കാൻ ഒരു പേടിയിലാണ് അടിക്കാൻ തുടങ്ങിയതാണ് പുള്ളിയുടെ കൂടെയുള്ള സഹകോച്ച് ഓജ പറയുന്നത്. ഏറ്റവും കൂടുതൽ സ്പീഡിൽ പന്തറിന ആളൊക്കെ ആയിട്ട് പണ്ട് കേട്ടുള്ളൂ അക്തറല്ലേ? അവരൊക്കെ മഗ്രാത്ത്, ഓസ്ട്രേലിയയിലെ മഗ്രാത്ത്, അവരൊക്കെ അതുണ്ട്. പക്ഷെ അപ്പോൾ ഈ ഒരു 12കാരൻ ഈ തരത്തിൽ ഇങ്ങനെ ഇത് കണ്ടപ്പോൾ അതിനിടയ്ക്ക് കഴിഞ്ഞ ക്രിക്കറ്റ് സീസണിൽ ഈ ജൂനിയർ തലത്തിലുള്ള ചെറുപ്പത്തിലെ പിടികൂടുക എന്നുള്ള അതിൻ്റെ ഒരു ഇതിനകത്ത് BCCIയുടെ ഈ ജൂനിയർ ടീമിൻ്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ തിലക് വർമ്മ പുള്ളി യാദൃശ്ചികമായിട്ട് അങ്ങോട്ടൊരു യാത്ര നടത്തി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അന്ന് കളി തടസ്സപ്പെട്ടു. അപ്പം അവിടെ വെച്ച് അദ്ദേഹം ഉദ്ദേശിച്ചത് വേറെ ചില താല്പര്യങ്ങളിലാണ് പോയത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിനു മങ്കാദ് ട്രോഫിയിലുള്ള മത്സരങ്ങളിൽ. അപ്പോൾ അവിടെ വെച്ചാൽ ചിലർ പറഞ്ഞ് തൊട്ടപ്പുറത്ത് അസ്സാമിൻ്റെ ബീഹാറുമായിട്ടുള്ള കളി നടക്കുന്നുണ്ട്, അവിടെ ഒരു കുട്ടിയുണ്ട്, അവനെ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു. ഏതായാലും തിലക് വർമ്മ വിട്ടില്ല. അദ്ദേഹത്തിന്റെ അങ്ങനെയാണ് മാറ്റിമറിച്ചത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ നിർഭയമായിട്ടുള്ള ബാറ്റിങ്, അത് ഈ പ്രായത്തിൽ ഒന്നാലോചിച്ച ദേശീയ ടീമിൽ IPL അല്ല, നമ്മുടെ സ്റ്റേറ്റ് ടീമിലെത്തി.
12 വയസ്സിൽ 12 വയസ്സിൽ തന്നെ പുള്ളി സ്റ്റേറ്റ് ടീമിലെത്തി. അപ്പോൾ സ്റ്റേറ്റ് ടീമിലൊക്കെ അപ്പോൾ ആ സമയത്ത് ഒരു 35 ഉണ്ടാവും. അപ്പൊ ആ സീനിയേഴ്സിന്റെ കൂടെയാണ് കളിക്കുന്നത്. അപ്പൊ ഇവന്റെ ആ നിർഭയത്തോട്ടുള്ള ബാറ്റിംഗ് മാത്രമല്ല, നല്ല ടെക്നിക്, പെർഫെക്ഷൻ, അതാണ് ഈ തിലക് വർമ്മയ്ക്ക് വലിയ സന്തോഷമായത്. ഇപ്പോൾ ഈ കളിയിൽ തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചത്, ആയിട്ട് നേരിട്ട പന്ത് 6 അടിച്ചുകൊണ്ട് വന്നു. അത് തന്നെ നമ്മുടെ മലയാളി സഞ്ജു സാംസന് ഒരു പരിക്ക് പറ്റി അതിലൊരു അവസരം കിട്ടിയിട്ട് വന്നതാണ്. ചിലപ്പോൾ അത് അങ്ങനെയൊന്നും ഉണ്ടായില്ലെങ്കിൽ ഈ സീസണിൽ ചിലപ്പോൾ അറിയപ്പെടാണ്ട് തന്നെ പോയാനായിരുന്നു. ഇറങ്ങാൻ പറ്റാത്തത്ര ആൾക്കാരുണ്ട്. ഈ റോബിൻ സിംഗ് ആണ് ഇവന് ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് പറഞ്ഞു വിട്ടത്. എന്താ കാണിച്ചിട്ടുണ്ടെങ്കിൽ VVS ലക്ഷ്മൺ ഉണ്ടല്ലോ, പഴയ ഹൈദരാബാദ് താരവും ഓസ്ട്രേലിയക്കെതിരായിട്ട് ഡബിൾ സെഞ്ചുറി അടിച്ച് മറ്റേ ദ്രാവിഡിന്റെ കൂടെ ഈ ഓസ്ട്രേലിയക്കെതിരായിട്ട് നേരത്തെ പറഞ്ഞ മറ്റേ മധ്യനിരയിൽ കളിക്കുന്ന മധ്യനിരയിൽ വളരെ പ്രധാനപ്പെട്ട മാത്രമല്ല രാഹുൽ ദ്രാവിഡുമായിട്ട് ചേർന്ന് മറ്റേ ഓസ്ട്രേലിയക്കെതിരെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം, അല്ലെങ്കിൽ തോൽവിയിൽ നിന്ന് വിജയത്തിലേക്ക് കൊണ്ടുവന്ന്. അപ്പോൾ VVS ലക്ഷ്മണനെ വിളിച്ചു പറഞ്ഞത് റോബിൻ സിംഗ് ആണ് അങ്ങോട്ട് പറഞ്ഞയച്ചത്, ഇവനൊന്ന് ശ്രദ്ധിക്കാം വേണ്ടത്തിൽ. അപ്പോൾ VVS ലക്ഷ്മണനാണ് അതിനുശേഷം രാജസ്ഥാൻ റോയൽസിൻ്റെ പരിശീലകനായി വന്ന നമ്മുടെ രാഹുൽ ദ്രാവിഡിനോട് വൈഭവിനെ കുറിച്ച് സൂചിപ്പിച്ചത്. അങ്ങനെയാണ് കഴിഞ്ഞ IPL ലേലത്തിൽ 1.1 കോടി രൂപയ്ക്ക് 13 വയസ്സ് അല്ലെങ്കിൽ 14 വയസ്സിലേക്ക് കാലുകുത്തുന്ന പയ്യൻ രാജസ്ഥാൻ റോയൽസിൻ്റെ ടീമിലേക്ക് വരുന്നത്. ഇനി അദ്ദേഹത്തിന് കുട്ടിയെ സംബന്ധിച്ച്, കുട്ടി എന്ന് തന്നെ പറയാമല്ലേ, എന്ന് പറയാം, വളരെ ഉയരങ്ങളിലേക്ക് അല്ലെങ്കിൽ വളരെയധികം മത്സരങ്ങൾ, വളരെയധികം ഗ്രൗണ്ടുകൾ, വളരെയധികം കാണികൾ കാത്തിരിക്കുന്നു. അങ്ങനെ ഒരു തലത്തിലേക്ക് മാറി. ഒരു പക്ഷേ നമ്മൾ 83 ഉള്ള കപിൽ ദേവിൻ്റെ ടീം, അതിനുശേഷം പിന്നെ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് സച്ചിൻ, ഗാംഗുലി, നമ്മുടെ സെവാഗ്, അങ്ങനെയുള്ള കുറേ പേര് ഇങ്ങനെ മനസ്സിലൊക്കെ ആൾക്കാർ പതിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് രോഹിത് ശർമ്മ. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ഈ പുതിയ കളിക്കാരൻ്റെ ഒരു കാലമായിരിക്കും എന്ന് തന്നെ പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും അവസരങ്ങൾ നമ്മൾ പറയാറില്ലേ, ഒരിക്കലും ആരെയും കാത്തു നിൽക്കാറില്ല. കിട്ടുന്ന അവസരത്തിൽ നമ്മൾ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഗ്രാബ് ചെയ്യാൻ കഴിയണം. അത് തന്നെയാണ് ഉണ്ടായത്. കാരണം സഞ്ജു സാംസൺ പരിക്ക് പറ്റിയപ്പോൾ ഈ നമ്മുടെ വൈഭവിന് ഒരവസരം കിട്ടി. അവൻ ആദ്യത്തെ അവസരം തന്നെ ഉപയോഗിച്ചു. ഷാർദുൽ ഠാക്കൂറിന് ഇന്ത്യൻ ടീമിലേക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ സ്ഥിരക്കാരാവാൻ പോകുന്നതാണ്. 30 കഴിഞ്ഞ മനുഷ്യനാണ്. ഒരു ഇതില്ലാണ്ട് ഫസ്റ്റ് ആദ്യത്തെ ബോൾ തന്നെ 6 അടിച്ചുകൊണ്ടാണ് അവൻ്റെ അരങ്ങേറ്റം. അതിനുശേഷമാണ് ഈ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായിട്ടുള്ള സെഞ്ചുറി വരുന്നത്. അല്ല, നമ്മളിപ്പോൾ പലരും ഇങ്ങനെ ഫസ്റ്റ് കളികളിൽ പ്രാദേശികമായിട്ടൊക്കെ നല്ല മത്സരങ്ങളൊക്കെ പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ടൂർണമെൻറ്റിലൊക്കെ പോകുമ്പോൾ മുട്ടുവരയ്ക്കും സഭാകമ്പം എന്നൊക്കെ മറ്റേ സ്റ്റേജിൽ കയറി പറയുന്ന പോലെ ഭയങ്കര വികാരം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ല. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൻ്റെ ഇതുകൊണ്ടായിരിക്കില്ല. അതും ഒരു കളി, ഇതൊരു കളി അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. അത്രേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും ആ കളി നമ്മൾ IPL എല്ലാ മത്സരം കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ യങ് സെഞ്ചുറി ആണത്. ഒരു IPL ഇത്രയും പ്രായം കുറഞ്ഞിട്ട് കളിക്കാൻ ഇതുവരെ അടിച്ചിട്ടില്ല. ഒന്ന് ആലോചിക്കണം, 50ഓളം പന്തുകളിലാണ് സെഞ്ചുറി. 30 താഴെ പന്തുകൾക്ക് പുള്ളി അര സെഞ്ചുറി. പിന്നെ 6ഉം 4ഉം നമ്മളെ അതിശയിപ്പിക്കുന്ന. അത് മാത്രമല്ല, ക്ലിനിക്കൽ പ്രിസിഷൻ അത് പറയാം. കാരണം ആ പന്ത് വരുന്നെന്ന് നോക്കി കൃത്യമായിട്ട് അത് അതിർത്തി രേഖയിലേക്ക് വായിക്കാനുള്ള മിടുക്ക്. അത് ഞാൻ നോക്കിയിട്ട് ഈ പ്രായത്തിൽ സച്ചിൻ്റെ കളി നമുക്ക് കണ്ടിട്ടില്ല. പക്ഷെ ഈ 14 വയസ്സിൽ നമുക്കൊരു അത്ഭുതം തന്നെയാണത്. ഇനിയിപ്പോൾ ഈ IPL മത്സരങ്ങളിൽ നിന്നിപ്പോൾ സ്വാഭാവിക റോയൽസ് ഇല്ല. ഇനിയിപ്പോൾ അടുത്ത ഏത് മത്സരത്തിലേക്കാണ് നമുക്ക് കാണാൻ കഴിയും? അല്ല, ഇനി IPL രാജസ്ഥാൻ റോയൽസിൽ ഒരൊറ്റ മത്സരം ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് അടുത്ത വർഷം എനിക്ക് തോന്നുന്നത് ക്രിക്കറ്റ് സീസണിലെ ബീഹാർ രഞ്ജി ടീമിൽ വരണം. പിന്നെ വീണ്ടും IPL എന്തായാലും എടുക്കും. കാരണം IPL അടുത്ത ആരെ എടുക്കാൻ പോകണമെന്ന് നമുക്കറിയില്ല. മനസ്സിലായി. കാരണം ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്ന ഒരാൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും പുതിയ ഒരു ക്രിക്കറ്റിൽ ഒരു പുതിയ ആൾ ഉണ്ടായിരിക്കുന്നു. കാരണമായ അത് ഒരു കൗമാരക്കാരൻ എന്ന് പറയാവുന്ന ഒരു നല്ല കളിക്കാരൻ അച്ചടക്കത്തോടുകൂടിയുള്ള ഇത് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിലെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഈ പേര് രേഖപ്പെടുത്തും. ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തിയത് ഒരു ചിലതൊക്കെ പെട്ടെന്ന് പോകുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതല്ല, ഇത് കുറച്ച് ബേസ് അദ്ദേഹത്തിനുണ്ട്. അല്ലെങ്കിൽ 12 വയസ്സിലൊക്കെ സ്റ്റേറ്റ് ടീമിൽ കയറി 35 വയസ്സായ ആൾക്കാരെ കൂടെ കളിക്കാന്നൊക്കെ പറഞ്ഞ് സാറേ കാര്യമില്ല. അല്ലെങ്കിൽ കുട്ടികളുടെ ടീമിലൊന്നും അല്ലല്ലോ ആൾ വന്നത്. അതൊക്കെ ഒരു വലിയ മാറ്റം തന്നെയാണ്. നല്ല കോച്ചുകളുടെ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വലിയൊരു സന്തോഷം. രാഹുൽ ദ്രാവിഡ് എന്ന ഈ പയ്യൻസിനെ അവരുടെ ഭാവിയിൽ, അതായത് ഈ
ഈ പ്രായത്തിലുള്ള ഈ പ്രകടനം കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ യൗവനങ്ങൾ ഈ ബേൺ ഔട്ട്സ് ആയിട്ട് പോകും പലരും. അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ ചരിത്രമുണ്ട്. വിനോദ് കാംബ്ലി, ശിവരാമകൃഷ്ണൻ, അവരൊക്കെ. അപ്പോൾ ആ തരത്തിലാകാതെ ഇവൻ്റെ കാര്യങ്ങൾ, അതായത് ഈ പണത്തിൻ്റെ ആ കോടികളുടെ തിളക്കമൊന്നും അവൻ്റെ ജീവിതത്തെ ബാധിക്കാണ്ട് അവൻ്റെ ക്രിക്കറ്റ് കരിയർ ചിട്ടപ്പെടുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദ്രാവിഡ് പ്ലാൻ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലുള്ള ഗുരുക്കന്മാരൊക്കെ അദ്ദേഹത്തിനുണ്ടാവട്ടെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇത്രയും അധികം കാര്യങ്ങൾ, കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ പിതാവ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്രിക്കറ്ററാക്കിയതിനെ കുറിച്ചെന്നൊക്കെ ആരും കാര്യമായിട്ട് അറിഞ്ഞിട്ടില്ല. സാറത് കൃത്യമായിട്ട് അറിഞ്ഞ് അത് നമ്മളായിട്ട് പങ്കുവെച്ചു. വളരെയധികം നന്ദി. നമസ്കാരം. സന്തോഷം.